ഒരു ദിവസം അമ്മയായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? എല്ലാവർക്കും കുക്ക് ചെയ്ത് കൊടുക്കും. അമ്മ രാവിലെ 4:30 എണീക്കും, ഞാനാണെങ്കിൽ ലേറ്റ് ആകുന്ന വരെ കിടന്നുറക്കും. അല്ല, ഒരു ദിവസം എണീക്കുമ്പോൾ അമ്മയായിട്ട് മാറിക്കഴിഞ്ഞാൽ ഞാൻ നേരെ പോയി ചെയ്യുക, നമ്മുടെ റൂമിലെ ഫാൻ ഓഫ് ആക്കും. അപ്പോൾ പിന്നെ പെട്ടെന്ന് എണീക്കാലോ. ഞാനൊരു ദിവസം അമ്മയാവണമെങ്കിൽ എൻ്റെ മക്കളെ വിളിച്ചിട്ട് പറയും, എടാ ഇന്നെങ്കിലും ഒന്ന് 10 മണിക്ക് വീട്ടിൽ വാടാ. അമ്മയെ മാറിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയെ നല്ല രീതിയിൽ ഞാൻ നോക്കും, അതന്നെ അവൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും. ഒരു ദിവസം അമ്മായി കഴിഞ്ഞാൽ മാക്സിമം റെസ്റ്റ് എടുക്കും, കുഞ്ഞിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരു അമ്മയായി കഴിഞ്ഞാൽ നമുക്കൊരു സ്പേസ് ഉണ്ടാവണം, പേഴ്സണൽ സ്പേസ് ഉണ്ടാവും. അപ്പോൾ ആ സ്വന്തം കാര്യം നമ്മൾ നോക്കണം, പിന്നെ ഒപ്പം തന്നെ ഒരു സ്വന്തം ഇൻഡിപെൻഡൻ്റ് നിൽക്കാനും പഠിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫാമിലി ലൈഫും കുട്ടികളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ മാത്രം ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു ഇതായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ളവരുടെ സമാധാനവും സന്തോഷവും പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സന്താനങ്ങളെ നോക്കണ അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പക്ഷെ ഒരു ദിവസം കൊണ്ട് നമുക്ക് അമ്മയാവാൻ സാധിക്കില്ല ഒരു കാലത്ത്. മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെ ജീവിക്കണം, കാരണം അവരെ പ്രൊട്ടക്ട് ചെയ്തിട്ട് തന്നെ നിൽക്കണം. അമ്മയായി കഴിഞ്ഞാൽ ഒരു കുഞ്ഞി ഉണ്ടാവും, കുട്ടി ഉണ്ടായി കുട്ടിയെ നോക്കണം, പിന്നെ ഫാമിലിയെ നോക്കണം, അതനുസരിച്ച് മുന്നോട്ട് പോകും. അമ്മ ചെയ്ത ആ ഒരു നല്ല കാര്യങ്ങൾ, അതായത് മക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം ആ ഒരു സ്ഥിരം ജോലിക്ക് പോയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അമ്മ ചെയ്തത്. അതുപോലെ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മക്കളെ നന്നായിട്ട് നോക്കാൻ വേണ്ടി ശ്രമിക്കും. അമ്മമാരെ അങ്ങനെയും കൂടി നോക്കണം, അവരുടെ സന്തോഷം കൂടി നോക്കണം. അപ്പോൾ ഒരമ്മയെ കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ നോക്കിക്കണ്ട് പോകണം എന്നുള്ളതാണ് ഒരിത്. എന്ത് കഷ്ടപ്പെട്ടാലും ആ മക്കളെ ഒരു പൊന്നുപോലെ നോക്കും. മക്കൾക്ക് വേണ്ടി ജീവിക്കും. நான் நிறைய விஷயங்கள் செய்து கொடுக்கலாம், காரியங்கள் செய்து கொடுக்கலான்னு ஒரு திங்கிங்கில் இருந்துச்சு. ஆனால் இது நாள் வரைக்கும் செய்து கொடுத்தேன். அப்போ நாளை நான் അമ്മയ്ക്ക് കഴിഞ്ഞാൽ കണ്ടിപ്പാக എല്ലാத்தைയും ഞാൻ ചെയ്ത് കൊടുക്കും. ആണെന്നുള്ള രീതിയിൽ ഒരു അമ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലോട്ട് എങ്ങനെയാണ് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയും കഷ്ടപ്പാട് നിറഞ്ഞൊരു കുട്ടീനെ ജനിച്ചു കഴിഞ്ഞ് അവരെ ഒരു നിലയിലോട്ടെത്തുക പറയുന്നത് അത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഞാനൊരു അമ്മയായെന്നുള്ള ചോദ്യത്തിന് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്തിനനുസരിച്ച് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി ശ്രമിക്കും. കാരണം ജനറേഷൻ മൊത്തമായിട്ട് മാറി. അപ്പോൾ അതിനനുസരിച്ച് കുട്ടികളുടെ ആ ഒരു സൈക്കോളജിയും കൂടെ നോക്കിയിട്ട് അവരെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയായിരിക്കും ഞാൻ ശ്രമിക്കുക.